ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എൻ്റെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല കേട്ടാ, എൻ്റെ പേര് നിത്യ എന്നാണ്. ഇപ്പം എന്നെ അറിയാത്ത ആൾക്കാർ, യൂട്യൂബിൽ എന്നെ കാണാത്ത ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഏത് സാധനം അല്ലേ. അപ്പം എൻ്റെ പേര് നിത്യ എന്നാണ്. എൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട അടുത്ത് കാട്ടൂർ എന്ന് പറയും. പക്ഷെ ഞങ്ങളിപ്പോൾ താമസിക്കേണ്ട എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ കേരളപ്പുറത്തിനുണ്ട് താമസിക്കണേ. അപ്പം എൻ്റെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ ആണ് ജോലി, എറിക്സണിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-18 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അതായത് ഒരു 2 വർഷം ആവാറായി ഉണ്ടാവും ഇപ്പോൾ ഇട്ടിട്ട്. ഞാൻ തുടങ്ങി ഒരു 1-2 മാസമായിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും നിർത്തേണ്ടി വന്നു. അതായത് വീഡിയോസ് ഇടാൻ പറ്റാത്ത സാഹചര്യമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് വോമിറ്റിങ് പിടിച്ചു. നല്ല വോമിറ്റിംഗ് ആയിരുന്നു, ഒട്ടും പറ്റുണ്ടായിരുന്നില്ല, ഫുൾ കിടപ്പായിരുന്നു. എനിക്ക് ആ സമയത്ത് ഫുഡൊക്കെ വെച്ചിരുന്നത് ചേട്ടൻ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് വോമിറ്റിങ് പിടിച്ച് ഒരാഴ്ച മാത്രമേ ഇവിടെ നിന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ചെന്നൈയിൽ പോയി. ചേട്ടൻ്റെ സിസ്റ്റർ അവർ ചെന്നൈയിൽ സെറ്റിൽ, അവരുടെ ഫാമിലി ചെന്നൈയിൽ സെറ്റിലാണ്. ചേട്ടന് അവിടെ നോക്കിയയുടെ കമ്പനിയിൽ ഇതുമാതിരി മാനേജർ. ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഒരു മാനേജറാണ്, എന്താ സെക്ഷൻ എന്ന് എനിക്കറിയില്ല. അപ്പം അത് കാരണം അങ്ങോട്ട് പോയി. പിന്നെ 1 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. 1 മാസം തികച്ചു നിന്നില്ല. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ചേച്ചി തന്നെയായിരുന്നു. അവിടെ ചെന്നിട്ടും വയ്യായിരുന്നു, ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു. തീരെ വയ്യാണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും, ട്രിപ്പോടും ഇങ്ങോട്ട് പോരും, അങ്ങനെയായിരുന്നു കേട്ടോ. എന്നിട്ട് 1 മാസത്തോളം നിന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾ നാട്ടിൽ പോന്നിട്ട് നാട്ടിൽ എത്തി അന്ന് ഞങ്ങൾ എന്നിട്ട് നാട്ടിലെ ഡെലിവറി നോക്കാമെന്ന് വിചാരിച്ചെന്നെ. അപ്പോൾ അവിടെ എന്തായാലും ഡോക്ടറെ കാണാൻ പോകണമല്ലോ. അപ്പം അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പനി വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര പനി, കുടച്ചിൽ, വിറയൽ അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ട്രിപ്പ് ഇട്ടപ്പോൾ പിന്നെ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്കിവിടെ കിടത്തിയിട്ട് എന്തായാലും കിടക്കണം. അന്ന് ഒരു ഞായറാഴ്ച ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം ഡ്യൂട്ടി ഡോക്ടറായിരുന്നു. അപ്പോൾ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. മെയിൻ ഡോക്ടർ ഗൈനക്കോളജിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അഡ്മിറ്റാക്കി പനി കുറയാണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു, ആൻറ്റിബയോട്ടിക് തുടങ്ങാം എന്ന് പറഞ്ഞു. യൂറിൻ ഇൻഫെക്ഷൻ്റെ ആൻറ്റിബയോട്ടിക് തുടങ്ങിയപ്പം അതും കുറയണില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നും വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ബ്ലഡും ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ്. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ കുറഞ്ഞു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിറയൽ വരുന്നുണ്ട്. വിറയൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ എല്ലാ ടെസ്റ്റും ചെയ്തു. യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഈ വിറയലും ഇതൊക്കെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മരുന്ന് വെച്ചിട്ട് അത് കുറഞ്ഞിട്ടും വിറയൽ കുറയണില്ലായിരുന്നു. എല്ലാ ടെസ്റ്റും ചെയ്തപ്പോൾ എനിക്ക് എലിപ്പനിയായിട്ട് അവിടെ ആൻറ്റിബയോട്ടിക് തുടങ്ങി. പക്ഷെ എന്നിട്ട് കുറയണ പോലെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രഗ്നൻ്റ് ആയ ഒരാൾക്ക് കൊടുക്കേണ്ട ആൻറ്റിബയോട്ടിക് തന്നെയാണ് അവർ കൊടുത്തിരുന്നത്. എന്നിട്ട് കുറയാണ്ടായപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പൊക്കോ, പക്ഷെ പോയി കഴിഞ്ഞാലും ഈ മരുന്ന് തന്നെയാണ് ചെയ്യാന്ന് പറഞ്ഞു. ഈ കോഴ്സ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ പോട്ടെ വെച്ചപ്പോൾ അവർ എഴുതി തന്നു. നമ്മൾ ജൂബിലിയിലാണ് കേട്ടോ കാണിച്ചത്. ജൂബിലിയിലേക്കാണ് പോയത്. ജൂബിലിയിലേക്കാണ് പോയത്. ജൂബിലിയിൽ പോയി അവിടെ ഞാൻ കയറിയപ്പോൾ എന്നെ കാഷ്വാലിറ്റിയിൽ കയറി. കാഷ്വാലിറ്റിയിൽ അവർ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്കാണെങ്കിൽ പക്ഷേ ഛർദിയായിട്ട് ഈ വെയിൻ കിട്ടാത്ത അവസ്ഥയായിരുന്നു. അതായത് നാട്ടിൽ തന്നെ പോകുമ്പോൾ എനിക്ക് വെയിൻ കിട്ടാണ്ട് 2-3 കുത്തൊക്കെ കുത്തിയിട്ടിരിക്കുന്നത്. പിന്നെ എലിപ്പനി വന്ന് ഒരാഴ്ചത്തോളം അവിടെ കിടന്നു. ഒരാഴ്ചക്ക് മേലെ കിടന്നു അവിടെ.
എന്നിട്ട് മാറി 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 കുത്തിയിട്ട് കിട്ടാണ്ട് എനിക്ക് ഇവിടെ നിന്നൊക്കെ ബ്ലഡ് എടുത്തിരുന്നേ ടെസ്റ്റിന്, ഇവിടെ ഒന്നും കിട്ടാണ്ട് ഇവിടെ എടുത്തു. അങ്ങനെ പോയിട്ട് എന്നെ അവിടെ ജൂബിലിയിൽ കാഷ്വാലിറ്റിയിൽ കാണിച്ചപ്പോൾ അവർ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ECG ഒക്കെ വെച്ച് എന്നെ നേരെ ICUയിൽ കയറ്റി. അവിടെ 2-3 ദിവസം ICUയിൽ കിടന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ലാണ്ടായപ്പോൾ റൂമിൽ വരും. എലിപ്പനി വന്നപ്പോൾ ഫുൾ എന്താ പറയാ, ഫുൾ ക്ഷീണമായി, ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ എന്നെ കാണാൻ ഒരു എലിയുടെ പോലെയായി, അതുമാതിരി ഉണ്ടായിരുന്നു. എല്ലാരും പറയുന്നത് എൻ്റെ മുഖം എലിയുടെ പോലെയായിരുന്നു, അതായത് വണ്ണം കുറഞ്ഞ് ക്ഷീണിച്ച് അതുമാതിരിയായിരുന്നു. പിന്നെ എനിക്ക് ഒന്നാമത് വീഡിയോസ് എടുക്കാനും ഇടാനുള്ളതൊക്കെ ഇൻട്രസ്റ്റ് മൂഡ് ഉണ്ടായിരുന്നില്ല, കാരണം ഛർദി ഇതൊക്കെ ആയി. പിന്നെ എൻ്റെ മൂഡ് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, പിന്നെ ഉണ്ണിയുടെ പിന്നാലായി. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈം ഉണ്ണിയുടെ പിന്നാലായി, ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കല് അങ്ങനെയൊക്കെ. പിന്നെ എല്ലാവരും പറയായിരുന്നു എന്തിനാ നിർത്തിയേ, തുടങ്ങിക്കൂടെ, ചെയ്തൂടെ. അപ്പം എല്ലാവരും പറയുന്നത്. പിന്നെ എനിക്കും തോന്നി തുടങ്ങിയിട്ടാ ഞാൻ ചെയ്യാം, പിന്നെ അങ്ങനെ തുടങ്ങണതാണ് ഇട്ടത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയണം, എൻ്റെ പേര് നിത്യ. അപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായി. വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ആള് വന്നിട്ട് എൻ്റെ മേത്ത് കയറും, കറണ്ട് വീഴിഞ്ഞ് കൊളാക്കും. ഇതുമാതിരി 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു. ഇന്ന് എന്തായാലും ഓരോന്ന് കൊടുത്തിരുത്തിയേക്ക് ആളെൻ്റെ അടുത്തേക്ക് വരും, പക്ഷെ പോയി എന്തെങ്കിലും എടുത്ത് കൊടുക്കും, അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ സാധനത്തിൻ്റെ അടുത്തുള്ള ഒരു ഇഷ്ടം കുറയുമ്പോൾ പിന്നെയും വരും. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും സാധനം തപ്പിപ്പിടിച്ച് കണ്ട് അതെടുത്ത് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയേക്ക് ആളെ. അപ്പം എല്ലാവരും പറയണത് എൻ്റെ വീട്ടുകാരെന്നെ കളിയാക്കി പറയണത് എലി മീൻസ് ആരും പ്രതീക്ഷിച്ചില്ല എലിപ്പനി. അതായത് എനിക്ക് ഒരു 3 മാസം ആയപ്പോഴാണ് എനിക്ക് എലിപ്പനി പിടിച്ചത്. ഉണ്ണിനെ കിട്ടുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ 5-ാം മാസത്തിലല്ല, അവിടെ തന്നെ ഒരു സ്കാനിങ് ഉണ്ട്, ഇങ്ങനെ അതിന് ഡബിൾ മാർക്കറ്റ് ടെസ്റ്റ്. അത് ഉണ്ടെങ്കിൽ ഉണ്ണിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയാമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ ജൂബിലിയിൽ തന്നെ എടുത്തു. അതിൽ പോസിറ്റീവാ, നെഗറ്റീവ് ഒന്നും ഉണ്ടാകുന്നില്ല, പോസിറ്റീവാ. അപ്പം എൻ്റെ ഒരു സമാധാനമായി. അപ്പോൾ പിന്നെ ഉണ്ണി ആയപ്പോൾ ഭയങ്കര പേടിയാണ്. ഉണ്ണിയുടെ മുഖം കാണുന്നവരെല്ലാവർക്കും പേടിയാണ്, പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നില്ല കേട്ടാ. ഉണ്ണിയുടെ മുഖം കാണുന്നവരെ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ എലിക്കുഞ്ഞിനെ കാണണ്ടേ, എന്താ കേട്ടോ എലിക്കുഞ്ഞിലി അങ്ങോട്ട് നോക്കി, ഹായ് പറഞ്ഞു. ഇതാണ് കുഞ്ഞിലിട്ടാ, കുഞ്ഞിലി എന്നാണ് പേര്. ഞാൻ കുഞ്ഞിലി എന്നാ വിളിക്കാം. ഹായ്. ഹായ്. ഉണ്ണിയുടെ ശരിക്കുള്ള പേര് ഞാൻ പറയാൻ മറന്നു പോയതാട്ടോ. ഉണ്ണിയുടെ ശരിക്കുള്ള പേര് ഗ്യാൻവി എന്നാണ്. ഞാൻ കുഞ്ഞിലിന്ന് വിളിക്കാറുണ്ട്, പിന്നെ കുഞ്ഞിന്നും വിളിക്കാറുണ്ട്, പിന്നെ എല്ലാവരും ഗ്യാനു അങ്ങനെയൊക്കെയാണ് കേട്ടോ വിളിക്കാറ് കേട്ടോ. അത്ര നമ്മൾ എന്തും വീഡിയോസ് ഇടും, എന്നല്ല എന്നിട്ടില്ലെങ്കിലും 2 ദിവസം കൂടുമ്പോഴായാലും നമ്മൾ ഇടും, ഉറപ്പ് ഇടും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യും. ശരി, ബൈ.